ഉന്മാദം ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഇതിൽ നമ്മളെ മെയിൻ നായകൻ ചാക്കോച്ചനാണ്. പെർഫോമൻസ് എടുത്തു പറയേണ്ട കാര്യമാണ്. പീക്ക് ലെവൽ, ഡേ ബൈ ഡേ നല്ല രീതിയിൽ അപ്ഡേറ്റ് ആയി വരെയാണ് നമ്മളെ ചാക്കോച്ചൻ. അത് അവസാനത്തെ 5-6 സിനിമ കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണെന്ന് പറഞ്ഞ്. ഇതിൽ ത്രില്ലിംഗ് എലമെൻസ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്കിങ്ങനെ ആ ഒരു ക്യാരക്ടറുമായിട്ട് അത്ര അങ്ങ് അറ്റാച്ച് ആയിട്ട് നമ്മൾ ആ ഒരു ത്രില്ലിംഗ് എലമെൻസ് ഒക്കെ നല്ല രീതിയിൽ ആസ്വദിക്കും. ഇതിലുള്ള സൗണ്ട് മിക്സിങ് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം പിന്നെ അങ്ങോട്ട് സ്ഥിരം ക്ലീഷേ പോലെ എന്തു പറയാൻ, നമ്മൾ കോർപ്പറേറ്റ് കമ്പനി, ബിൽഡിംഗ് കമ്പനി അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസറിന്, അതായത് നായകന് ഒരു സിനിമ എടുക്കണം. നായകൻ പോലീസ് ഓഫീസറാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു കേസിൻ്റെ പിറകെ പോവുകയാണ്. എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി. പിന്നെ അത് തമ്മിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അത് കാരണം പുള്ളി ഫേസ് ചെയ്യണ മെൻ്റലിയും പിന്നെ സ്റ്റേഷനിലും ഫാമിലിയിലും ഒക്കെ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം പെർഫോമൻസിൽ നമ്മളെ ചാക്കോച്ചൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് രസിച്ചില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു ആ ഒരു റേഞ്ചിൽ എനിക്ക് സെക്കൻഡ് ഹാഫ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതായത് ആ ഒരു സിനിമയിലോട്ട് അങ്ങോട്ട് അറ്റാച്ച് ആവാൻ കഴിഞ്ഞില്ല. അതാണ് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം. പിന്നെ ഇതൊരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് തോന്നി. തിയേറ്റർ വെർത്താണ്. ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, ബൈ.